കഴിഞ്ഞ 8-ാം തീയതി നമ്മുടെ പ്രധാനമന്ത്രി 500-ന്റെയും 1000-ന്റെയും നോട്ട് അസാധുവാകുന്നു എന്ന് പ്രഖ്യാപിച്ച നിമിഷം മുതൽ നമ്മുടെ ഭാരതത്തിൽ ഒരുപാട് വാഗ്വാദങ്ങളും ചർച്ചകളും സമരങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർലമെന്റ് സ്തംഭിക്കുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ നിമിഷം വരെ അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ അതിന്റെ രാഷ്ട്രീയ കാര്യങ്ങളൊന്നുമല്ല ചർച്ച ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളോട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, യു വാണ്ട് ദിസ്? യു വാണ്ട് ദിസ്? Because this is 100 rupee note. Now, you want this? Yes. Because it is still 100 rupee note. Okay? ഈ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, you want this? No. കാരണം ഇതിന് വിലയില്ല എന്നുള്ളതിന്റെ പേരിലാണ്, അല്ലെ? അപ്പോൾ ഡിസംബർ 30-ാം തീയതി കഴിഞ്ഞാൽ 1000 രൂപ നിങ്ങളുടെ മുമ്പിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? വേണ്ട എന്ന് പറയും, അല്ലെ? കാരണം അതിന് വാല്യൂ ഇല്ല എന്നുള്ളതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് വാല്യൂ ഉണ്ടാകുമ്പോൾ മാത്രമേ സമൂഹത്തിന് നമ്മളെ ആവശ്യമുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികളായ നിങ്ങൾ ചെയ്യേണ്ടത് ജീവിതത്തിൽ ഇപ്പോൾ ഒരു വാല്യൂ ഉണ്ടാക്കുക, മൂല്യം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 500-ന്റെയും 1000-ന്റെയും കറൻസി നോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഹാർഡ് ബോർഡ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിന്റെ വാല്യൂ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അല്ലേ? അപ്പോൾ നമ്മുടെ വാല്യൂ എവിടെ നമുക്ക് നഷ്ടമാവുന്നുവോ അവിടെ നമ്മളെ സമൂഹത്തിന് വേണ്ടാതെയാവും. വാല്യൂ ഉണ്ടാവണം നമുക്ക് ജീവിതത്തിൽ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഏത് കാറിൽ യാത്ര ചെയ്തു എന്നുള്ളതോ, എത്ര വലിയ വീട്ടിൽ താമസിച്ചു എന്നുള്ളതോ, ഏത് വേഷം ധരിച്ചു എന്നുള്ളതോ ഒന്നും അല്ല നിങ്ങൾക്ക് വാല്യൂ ഉണ്ടാക്കുന്നത്. നേരെ മറിച്ച് ജീവിതത്തിൽ ഒരു മൂല്യം ഉണ്ടാവണമെങ്കിൽ സത്യസന്ധത, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ആത്മവിശ്വാസം, ഇതൊക്കെ വളരെ 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 പ്രധാനപ്പെട്ടതാണ് എന്നർത്ഥം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, പ്രധാനമന്ത്രി ഇത് പ്രഖ്യാപിച്ചതിന് ശേഷം കള്ളപ്പണം കയ്യിലുള്ള ഒരുപാട് പേരുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കും. പണ്ട് അലക്സാണ്ടർ ദി ഗ്രേറ്റ് പറഞ്ഞതുപോലെ എല്ലാം വെറുതെയായിരുന്നു, എല്ലാം വെറുതെയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞൊരു നിമിഷം പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. പണം ഒരുപാട് കയ്യിലുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ടാകും എന്ന് ചിന്തിച്ച പലരും പണം ഒരു പാപമാണ്, പണം ഒരു ശാപമാണ് എന്നൊരു തിരിച്ചറിഞ്ഞ ഒരു നിമിഷമായിരിക്കും അത്. ഞാൻ നിങ്ങളോട് പറയുന്നത്, കുട്ടികളായ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ വളർന്നു വലുതാവുന്ന സമയത്ത് ഒരു കാരണവശാലും 99-ന്റെ ദൂഷിത വലയത്തിൽ അകപ്പെടരുത്. കൺഫ്യൂഷനായി. എന്താണ് 99-ന്റെ ദൂഷിത വലയം എന്നുള്ളത്, അല്ലേ? ഞാൻ നിങ്ങളോട് ചെറിയൊരു കഥ പറഞ്ഞു തരാം. ഒരു ശുരകൻ എന്നും ഒരു കൊട്ടാരത്തിലേക്ക് വരുമായിരുന്നു. എന്തിനാണ്? രാജാവിന് ക്ഷൗരം ചെയ്യാനായിട്ട് എല്ലാ ദിവസവും വരും. ഈ ശുരകൻ വരുന്ന സമയത്ത് വളരെ ഹാപ്പിയാണ്. അദ്ദേഹം പാട്ട് പാടി നൃത്തം ചെയ്ത് മനോഹരമായിട്ടാണ് അദ്ദേഹം വരുന്നത്. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ മുഖത്ത് വല്ലാത്തൊരു തേജസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ രാജാവിന് ധാരാളം ധനമുണ്ടായിരുന്നു. നിലവറയിൽ കെട്ടിവെച്ച കണ്ടമാനം നോട്ടുകൾ ഉണ്ടായിരുന്നു. നിലവറയിൽ അടുക്കി വെച്ച മുത്തും പവിഴവും മരതകവും മാണിക്യവും എല്ലാം ഉണ്ടായിരുന്നു. പിടിച്ചടക്കിയ രാജ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഈ രാജാവ് അസ്വസ്ഥനായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് മുഴുവൻ ചുളിവുകൾ വീണിരുന്നു. അദ്ദേഹം എപ്പോഴും അസ്വസ്ഥനായിരുന്നു. ഒരു ദിവസം ഈ രാജാവ് മന്ത്രിയെ വിളിച്ചു. അതിനുശേഷം മന്ത്രിയോട് ചോദിച്ചു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട്, ധാരാളം മുത്തും പവിഴവുമുണ്ട്, പക്ഷേ ഞാൻ അസ്വസ്ഥനാണ്. ഒന്നുമില്ലാത്ത ഓരോ ദിവസവും കിട്ടുന്ന പണം കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന ഈ ക്ഷുരകനാകട്ടെ വളരെ സന്തോഷവാനാണ്. എന്താണ് വ്യത്യാസമെന്ന് മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം മന്ത്രി പറഞ്ഞു, ഈ ക്ഷുരകൻ 99-ന്റെ ദൂഷിത വലയത്തിൽ അകപ്പെട്ടിട്ടില്ല എന്നുള്ളത് പറഞ്ഞു. രാജാവ് പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, അത് പറഞ്ഞാൽ മനസ്സിലാവില്ല, കാണിച്ചു തരാം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ഒരു 99 സ്വർണ്ണ നാണയങ്ങൾ ഒരു കിഴിയിൽ കെട്ടി. അതിനുശേഷം ഈ ശുരകന്റെ കൊച്ചു കുടിലിന്റെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് കാണാൻ വേണ്ടിയിട്ട് രാജാവും മന്ത്രിയും ഒരു കുറ്റിക്കാട്ടിന്റെ അപ്പുറത്ത് പോയിട്ട് പതുങ്ങി നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ശുരകൻ വന്നതിന് ശേഷം ഈ കിഴിയെടുത്തു. അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ നോക്കി, തുറന്നു നോക്കി, എണ്ണി നോക്കി, 99 സ്വർണ്ണ നാണയങ്ങൾ. അദ്ദേഹം വീണ്ടും എണ്ണി. അദ്ദേഹം മനസ്സിൽ ഓർത്തു, 100 വേണ്ടേ, 99 പോരല്ലോ. അകത്തേക്ക് പോയി. ഈ രാജാവും മന്ത്രിയും കാണുന്നത് നേരം വെളുക്കുന്നത് വരെ വിളക്ക് കത്തുന്നു, ഇദ്ദേഹം എണ്ണി നോക്കുന്നു, വീണ്ടും വിളക്കണയുന്നു, എണ്ണി നോക്കുന്നു. ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുക. രാവിലെ വരെ അത് തുറന്നു. പിറ്റേ ദിവസം കൊട്ടാരത്തിലേക്ക് ശുരകൻ വരുന്ന സമയത്ത് മുഖം മുഴുവൻ അസ്വസ്ഥമായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് ചുളിവുകൾ വീണിരുന്നു. അദ്ദേഹം നൃത്തം ചെയ്തിരുന്നില്ല, അദ്ദേഹം പാട്ട് പാടിയിരുന്നില്ല. അസ്വസ്ഥമായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സ്. അദ്ദേഹം പെട്ടെന്ന് ജോലി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഓടി. എന്തിനാണെന്നറിയാമോ? വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു സ്വർണ്ണ നാണയം കൂടി എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം. കാരണം അപ്പോഴേ 100 തികയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പൂന്താനം ജ്ഞാനപ്പാനയിലൂടെ പണ്ട് തന്നെ പറഞ്ഞു വെച്ചത്, 10 കിട്ടുകിൽ 100 മതിയെന്നും, ശതമാകിൽ സഹസ്രം മതിയെന്നും, 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിൽ ആശ്ചര്യം എന്നതും എന്ന് പറഞ്ഞു വെച്ചത് അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നെവർ ഫോളോ മണി. ഇഫ് യു ആർ ഗുഡ്, മണി വിൽ ഫോളോ യു. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ചേർത്ത് പറയാം. യെസ്, അതാണ് പാഠം.
നെവർ ഫോളോ മണി. ഇഫ് യു ആർ ഗുഡ്, മണി വിൽ ഫോളോ യു. ഓക്കെ, താങ്ക് യു സോ മച്ച്.